ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സംഭവം എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഹോസ്പിറ്റലിലാണ്. മോൻക്ക് സുഖമില്ലാണ്ട് അഡ്മിറ്റ് ആവേണ്ടി വന്നു കേട്ടോ. ആൾക്ക് ചെറുതായൊരു താടവീക്കം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. ബട്ട് അവനക്ക് പനി നല്ല ഹൈ ലെവൽ പനിയായിട്ടോ. പിന്നെ അഡ്മിറ്റ് ചെയ്യാതെ വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇയാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഈ കുട്ടികളെ വെച്ചിട്ട് നമ്മൾ നിൽക്കുമ്പോൾ കുറേ അധികം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നങ്ങളെന്ന് മാത്രമല്ല, ഒന്നാമത് അവിടെയൊക്കെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ. പിന്നെന്താ, ഹോമിയോയിലാണ് ഞാൻ കാണിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കതിന്ന് റിക്കവർ ചെയ്ത് വരാൻ കുറച്ചധികം സമയം എടുത്തു കേട്ടോ. ഒരു 2-3 ദിവസമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരുന്നു അവിടെ പോയപ്പോൾ അഡ്മിറ്റ് ആക്കേണ്ടി വന്നത്. പിന്നെ നമുക്ക് സാധനങ്ങളും ഇതൊക്കെ ഉമ്മയൊക്കെ അവിടെ ഉമ്മയും അപ്പയും അവിടെ കൊണ്ടുവന്ന് തരും. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നിന്നത്. പിന്നെ ആളെ കുറച്ചൊക്കെ മാസ്ക് ഒക്കെ ഇട്ട് അവൻ മാസ്ക് ഇടേണ്ടപ്പോൾ കുറച്ച് നേരമൊക്കെ ഇട്ട് കൊടുത്തുകയൊക്കെ ചെയ്തു. ഫുൾ ടൈം ഒന്നും ഇടാറില്ല കേട്ടോ. പിന്നെ അവിടെ തൊട്ടിയെട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും നാത്തോൻ അവിടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ താത്താൻ്റെ സാരി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തു കേട്ടോ. റൂമിൽ നമ്മൾ അവളെ എത്രത്തോളം അടുപ്പിക്കരുത് എന്ന് വിചാരിച്ചാലും അവൾ എങ്ങനെയായാലും അവൾ വന്ന് അടുക്കും കേട്ടോ. കാരണം അവൻ്റെ കൂടെ ഞാൻ തന്നെ വേണം, അവൾക്കും ഞാൻ തന്നെ വേണം. ഇക്കാന ഇതാവില്ല എന്നല്ല, എങ്കിലും ചില സമയങ്ങളിൽ കേട്ടോ. പിന്നെ നമ്മൾ ചില സമയത്തൊക്കെ രാത്രിയാണ് ഫാർമസിയിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കുക. കാരണം അവൻ്റെ മരുന്നുകൾ കഴിയുന്നതനുസരിച്ചിട്ടാണ് പോയി വാങ്ങിക്കട്ടെ. ഇങ്ങനെ ഈ ഒരു 2 ബോട്ടിൽ മരുന്നാണ് കേട്ടോ അവർ തരിക. അതിൽ തന്നെ ഏകദേശം എല്ലാം ഉണ്ടാവും കേട്ടോ. എനിക്ക് പനി ഒരു 2 ദിവസമൊക്കെ ഫുള്ള് ഇവിടുന്ന് പോയ ടൈമിലുള്ളതെന്ന് വെച്ചിട്ട് കുറച്ചൊരു നേരിയ കുറവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ മാറ്റാം എന്നൊക്കെയുള്ളൊരു പ്ലാനിങ് ഒക്കെ എടുത്തിരിക്കുകയായിരുന്നു. പിന്നെ അന്ന് രാത്രി തൊട്ടിട്ട് ആൾക്ക് കുറച്ചുകൂടെ ഒന്ന് ബെറ്ററായി വന്നു കേട്ടോ. അപ്പം ഞാനൊക്കെയും അവിടെ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയിട്ട് വരികയാണ് കേട്ടോ. ആ സമയത്ത് മോൻ്റെ അടുത്ത് വലിയ താത്തോനുണ്ടാവും കേട്ടോ. താത്ത വന്നിട്ട് രാത്രി വന്നിട്ട് നോക്കും. അപ്പോൾ അവരവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ പോവുകയാണ് ഇനി മേലോട്ട്. മുകളിലാണ് കേട്ടോ നമുക്ക് റൂം കിട്ടിയിരുന്നത്. പിന്നെ ഇയാളെ കുറച്ച് നോക്കിയെടുക്കാൻ പണിയുണ്ട് കേട്ടോ. അധികം ഉണ്ടാവും പകൽ ടൈം. 2 ദിവസം ചെറുതായിട്ടൊന്ന് പോയിട്ട് വന്നു കേട്ടോ. ആ ടൈമിൽ കുറച്ച് സമയം നമ്മൾ ഒറ്റയ്ക്കാവും. പിന്നെ അതാ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ഫുഡ് സാധാ ചോറും കറികളും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ കറികളൊക്കെ പ്രത്യേക ടേസ്റ്റായിരുന്നു. നമുക്കങ്ങനെ ആസ്വദിച്ചിട്ടുള്ള ആ ഒരു ലൈഫായില്ലല്ലോ ആ സമയത്ത്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും വന്നാൽ ഏറ്റവും കൂടുതൽ തൻ്റെ ഇടത്തോടെ അത് കൈകാര്യം ചെയ്യേണ്ടതും നമ്മളാണ്, തളർന്നു പോണതും നമ്മളാണ് കേട്ടോ. അവർ അങ്ങനെ ഒരു വാടി തളർന്ന് കിടക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ നമ്മളാണ് അതിൽ ലോ ആയി പോണത്. പിന്നെ അവൾക്ക് കളിക്കാൻ ആളെ കിട്ടിയപ്പോൾ കുറച്ച് നേരമൊക്കെ ചെറിയ നാത്തൂൻ്റെ മോളിലാണ് കേട്ടോ. അപ്പോൾ അവരിനോട് കുറച്ച് നേരമൊക്കെ കളിച്ചു. പിന്നെ ഇതാ നമ്മൾ അങ്ങനെ ഡിസ്ചാർജൊക്കെ ആയിട്ടോ. ഇപ്പോൾ കുറച്ചാളൊന്ന് ബെറ്ററായി വരുന്നുണ്ട്. ടോട്ടലി ആളതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കണുള്ളൂ. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത്.